ആ തെണ്ടി എന്റെ കണ്ണിപ്പെട്ടാൽ അവന്റെ കഥ ഞാൻ കഴിക്കും. പോയി നോക്കണം. എന്താ മോഷണ കേസോ കൊലപാതകമോ? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിവർത്തിയില്ലാതെ കയറിയതാണ്, ക്ഷമിക്കണം. അവരെന്തിനാ ഓടിച്ചത്? വെറുതെ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. രക്ഷിച്ചതിന് വളരെ നന്ദി. വരട്ടെ. ഏയ് കുട്ടി, മാരുതി ചേച്ചി എവിടെ പോയിട്ട് വരുവാ? കറങ്ങാനോ അതോ കാറ്റ് കൊള്ളാനോ? സിനിമയ്ക്കായിരിക്കും. പടം കോമഡി ആയിരിക്കും. അതാ മുഖത്തൊരു ട്രാജഡി. എന്താ മാരുതി ചേച്ചി ദീർഘമായി ചിന്തിക്കുന്നു? ആ കവാടം തുറന്നു. സ്വർഗത്തിലോട്ടാണേലും ഒരു കൂട്ടൊക്കെ വേണം കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ട പട്ടികളൊക്കെ കയറുന്നതിന് മുൻപ് ഗേറ്റ് അടിച്ചു പൂട്ടടി. പട്ടികളോ? നിന്നെ ഉദ്ദേശിച്ച? നിന്നെയാ കൊച്ചമ്മ ചൂടാക്കി വിട്ടത്. ഈടെ നിന്റെ കൊച്ചമ്മക്ക് കറക്കം കുറെ കൂടുന്നുണ്ട്. കല്യാണി ഒരുത്തിയെ ഉദ്ദേശിച്ച് മാത്രമാ നിന്റെ കൊച്ചമ്മയെ ചുമ്മാ വിടുന്നു. ഓ പിന്നെ കല്യാണി ക്രീം സ്വാഹ. അയ്യോ
ജോലി തേടി പല സ്ഥലത്തും അലഞ്ഞു. പട്ടിണി കിടന്നു. ഒടുവിൽ അമ്പലപ്പറമ്പിൽ വന്ന് കിടന്നു. കണ്ണു തുറന്നപ്പോൾ ചുറ്റും കണ്ടത് ചെരുപ്പുകളാണ്. അങ്ങനെ ഞാനൊരു ചെരുപ്പ് സൂക്ഷിപ്പുകാരനായി. അവിടെയും ഉണ്ടൊരു ദാത, കിട്ടുന്നതിൽ പാതി പറ്റിക്കാൻ. എന്നാലും കുഴപ്പമില്ല, ചെലവ് കാശ് കിട്ടും. അമ്പലത്തിൽ തനിച്ചാണോ വന്നത്? ചേട്ടനും മക്കളും വീട്ടിലായിരിക്കും അല്ലേ? വരൂ. ഹായ്, വലിയ വീടാണല്ലോ. ചേട്ടനും കുട്ടികളും കണ്ടില്ലല്ലോ. അതാണ് എന്റെ കുട്ടികൾ. ഇതാണ് ചേട്ടൻ. ആ, കുട്ടിയുടെ പേരെന്താ? നന്ദകുമാർ. നന്ദു എന്ന് വിളിക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട്? ദർശനത്തിന് വരുന്നവരൊക്കെ. ഇപ്പോഴെന്റെ വീട് അമ്പലമല്ലേ? എന്നാ ഞാൻ പോട്ടെ. എങ്ങോട്ട്? അമ്പലത്തിലേക്ക്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ചെരുപ്പുകൾ കുന്നുകൂടി കാണും. കുട്ടിക്ക് ആ ജോലി തന്നെ വേണോ? വേറെന്ത് ജോലി കിട്ടാൻ? ഞാൻ എന്തേലും ജോലി തന്നാ ചെയ്യുമോ? ഹലോ, എന്താണ് ഇവിടെ? ഇതിവിടെ സാധാരണമാ. ഞാൻ പോട്ടെ. നന്ദു, ഇവിടെ താമസിച്ചൂടെ? വേണ്ട, എനിക്ക് പോണം. കുട്ടി അത് കേട്ടില്ലേ? ഇവിടെ ഒരു ആൺതരി ഇല്ലാത്തതിന്റെ കുറവാ. അതുകൊണ്ട് അവർക്ക് എന്തും ആകാമല്ലോ. ഒരു സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ വേറെ ആയിരിക്കും. വിധവയാണെങ്കിൽ പിന്നെ പറയണോ? കുട്ടിക്കറിയാമോ, സ്വന്തത്തിലും ബന്ധത്തിലും ഉള്ളവർ പോലും എന്നെ ഒറ്റപ്പെടുത്തി. നേരെ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ, പുറത്തിറങ്ങാൻ, 4 പേരോട് സംസാരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അകത്തിരുന്നാലും പുറത്തു പോയാലും എനിക്ക് ചുറ്റും കുറെ കഴുകന്റെ കണ്ണുകളാണ്. സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ ബംഗ്ലാവ് എനിക്കൊരു തടവറ മാത്രമാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്റേത്. ആരോട് പറയാൻ? നന്ദുവിനെ പോലൊരു കൂടപ്പിറപ്പുണ്ടായിരുന്നെങ്കിൽ. ഞാനെന്തിന് ഇതൊക്കെ പറയണം? ബന്ധങ്ങളെ പറ്റി പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ലല്ലോ. നേരം വൈകി, നന്ദു പൊയ്ക്കോളൂ. കൊച്ചമ്മേ, ചായ കുടിച്ചിട്ട് പോകും. ചേച്ചി, ആശേ, നീ എപ്പോ വന്നു? ഏതാ ചേച്ചി ഇറക്കുമതി? എന്നെ കണ്ടു വരണ്ടു പോയി. അറിഞ്ഞോ? അവളൊരു പയ്യനെ. നീ കിടന്ന് കിടക്കാതെ കാര്യം പറ. അപ്പുറത്ത് ആ ശൃംഗാരിയെ എവിടെ വന്ന ഒരു പയ്യനെ കൊണ്ടുവന്നെന്ന്. ഇത് പറയാനാണോ ശ്വാസം പിടിച്ച് തുള്ളിച്ചാടിയത്? അവളുടെ സ്വന്തക്കാരനൊന്നും ആയിരിക്കില്ല. നല്ല വെളുവിളാന്നിരിക്കുന്നു. പോറ്റിച്ചെറുക്കനാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാ. അതും നീ തന്നെ തീരുമാനിച്ചോ? എടീ, അടുത്ത വീട്ടിലെ കുറ്റവും കുറവും പറയരുതെന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? എങ്ങനെ പറയാതിരിക്കും? അവളുടെ ജാതകപ്പൊരുത്തം കൊണ്ടാ ഭർത്താവ് പട്ടാളത്തിരുന്ന് ചത്തത്. അറിയാമോ? അല്ലേ, അതിന്റെ വല്ല വേദനയുണ്ടോ അവക്ക്? ചമഞ്ഞൊരുക്കി നടക്കുന്ന കണ്ടില്ലേ ആണുങ്ങളെ പിടിക്കാൻ. അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. തന്നെക്കാളും മറ്റുള്ളവർ സുന്ദരികളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അസൂയ. പിന്നെ സൗന്ദര്യം
ഒഴുകല്ലേ, അതുകൊണ്ടായിരിക്കും എപ്പോഴും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. ഇനി ഈ തുണി പൊക്കിയിടുന്ന ഞാനൊന്ന് കാണട്ടെ. എപ്പോ നോക്കിയാലും ഇവിടെ ഒരു നിപ്പ്. ഇങ്ങനെയുള്ളവളെ ആണുങ്ങളെ മയക്കി എടുക്കുമെന്ന മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. അയ്യോ, നിന്റെ മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ ഒരു കൊല ചെയ്യേണ്ടി വന്നേനെ. എന്റെ ഒരു മുത്തശ്ശി കഥ. അവളുടെ കാര്യം പറയുമ്പോ ഒരു ചാടിക്കടി. എന്റെ ഒടേ തമ്പുരാനെ, ഇവർക്കുള്ളിൽ എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. എങ്കിലേ നടക്കണത് വേറെ. അതിനും മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പാവം പയ്യനാ, ആരുമില്ല ഇവിടെ. ജോലിക്ക് ഒരാളായല്ലോ എന്ന് കരുതി. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? ചിറ്റമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഖം, പരമസുഖം. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിച്ചു. അതാ ഞാനിങ്ങ് പോന്നത്. അമ്മ ചോദിച്ച അർച്ചന ചേച്ചി കാണാറുണ്ടോന്ന്. പാവം, അമ്മയുടെ വിചാരം ഞാൻ ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെയാണെന്നാ. ആ വിചാരം തിരുത്താമായിരുന്നില്ലേ? എന്നാ ഹോസ്റ്റലിലേക്ക് അയക്കുന്ന ചെലവ് കാശ് കട്ട്. പോക്കറ്റ് മണി പിന്നെ ചേച്ചി തരേണ്ടി വരും. എന്തിനു മറയ്ക്കുന്നു? ഞാനുമായുള്ള നിന്റെ സഹവാസം പണ്ടേ ചിറ്റമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ലേ? ആഹാ, കൊള്ളാം. ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണോ? ദേ, അമ്പലത്തിലെ പോലെ കണ്ടവന് ചെരുപ്പ് വാങ്ങി വെച്ച് ഉറക്കം തൂങ്ങാനല്ല കൊച്ചമ്മോട് നിർത്തിയിരിക്കുന്നത്. ഒത്തിരി പണിയുണ്ട്. ചെല്ല്, ആദ്യം ആ കാറൊന്ന് തുടച്ചിട്ട് വാ, എന്നിട്ട് പറയാം ബാക്കി. നന്ദു, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, ചെല്ല് ചെല്ല്, അതിന് ഇളക്കം കുറച്ച് കൂടുതലാ. ഇങ്ങോട്ട് വരൂ. എന്താ അവിടെ നിന്നുള്ളത്? 1 മുതൽ 10 വരെ എണ്ണണം. ദാ ഇങ്ങനെ. 1 2 3 4. Come on. Sit ya. Good boy. 1 2 3 4. എനിക്ക് താഴെ പണിയുണ്ട്. എന്റെ പേര് ദേ എന്നല്ല, ആശ എന്നാ. വിളിച്ചേ. ആശ. അങ്ങനെ. Pam pam. ഹായ്, നന്ദന് ഡ്രൈവിംഗ് ഒക്കെ അറിയാമോ? ഇല്ല, ചുമ്മാ. ഡ്രൈവിംഗ് പഠിക്കാൻ ഇഷ്ടമാണോ? ഒറ്റ ആഴ്ച മതി, ഞാൻ പഠിപ്പിച്ചു തരാം.
ഇങ്ങനെ മതി. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ കുട്ടി ഇവിടെ നിന്നത്. ഇഷ്ടമല്ലെങ്കിൽ ആരും ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഏതോ കുറ്റം ചെയ്തല്ലേ വന്നിരിക്കുന്നത്. അമ്പലപ്പറമ്പിലോ ജയിലിലോ എവിടെ വേണേലും പൊയ്ക്കോളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കുറ്റക്കാരനായി. ആരോരുമില്ലാത്ത എനിക്ക് ഈ വീടൊരു പുണ്യക്ഷേത്രമായി തോന്നി. ഇവിടെ ഉള്ളവരെല്ലാം അതിൽ കുടിയിരിക്കുന്ന ദൈവങ്ങളാണെന്ന് കരുതി. പക്ഷേ തിരുമ്മി തന്നെ പറഞ്ഞത് കേട്ടില്ലേ? അയ്യോ, തിരുമാനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും കേട്ടോ. എന്താ നോക്കുന്നത്? തിരുമാനല്ലേ പറഞ്ഞത്? അവിടല്ലോ, അവിടെ
പൂവിൻ നാണം ഇക്കിളി കൊണ്ടവൻ മൂടി നീളകളാൽ 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 ഇനിയും ഇനിയുമിതാ ചുണ്ടും ചുണ്ടും അലയുമിവിടെ രതി സുഖസാരേ ഋതുമതം തളിരിടുമൊരു നേരം രതിരസം കൂരിടുമൊരു രാഗം എന്നും എന്റെ നെഞ്ചം കാമന്റെ രോമാഞ്ചമഞ്ചം മോഹം തൂക്കും നേരം തമ്മിൽ ചേരാൻ ദാഹം എന്നും എന്റെ നെഞ്ചം കാമന്റെ രോമാഞ്ചമഞ്ചം മോഹം തൂക്കും നേരം തമ്മിൽ ചേരാൻ ദാഹം കേളികളാൽ ക്രീഡകളാൽ കേളികളാൽ ക്രീഡകളാൽ ഉടലുമുടലുമിതാ തമ്മിൽ തമ്മിൽ പിണയുമിവിടെ രതി സുഖസാരേ ഋതുമതം തളിരിടുമൊരു നേരം രതിരസം ഊരിടുമൊരു രാഗം ഉണരുമെൻ തിരകളിൽ ഉണരുമെൻ തിരകളിൽ നുരയിടും ലഹരിയിൽ മദനന്തം എന്നെ പുണർന്നു ഋതുമതം തളിരിടുമൊരു നേരം രതിരസം ഊരിടുമൊരു രാഗം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞേക്കാം. പാവം നന്ദു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴല്ലേ അവന്റെ അമ്മ മരിച്ചത്. പഠിക്കണമെന്നൊക്കെ അവനും മോഹമുണ്ട്. പഠിക്കാനും പട്ടം കെട്ടാനും എനിക്കൊരു മോളുണ്ട്. പിള്ളേര് പഠിച്ചു കാണാൻ അച്ഛനമ്മമാർ ഭാഗ്യം ചെയ്യണം. അതിനവർ കരുതി വെക്കണം. മനസ്സിലായോ? എടി, അവന്റെ കാര്യത്തിൽ ആ വകയ്ക്ക് ഇവിടെ ആരും ഒന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. ഏതോ വളഞ്ഞ ബന്ധത്തിൽപ്പെട്ട ചെറുക്കനാ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ കന്നുകാലികളെ നോക്കാനാ. ഇനി അവനൊരു പട്ടത്തിന്റെ കുറവേ ഉള്ളൂ. ഒച്ച വയ്ക്കില്ലേ, അച്ഛനറിഞ്ഞാൽ അറിയാമല്ലോ. ആരും കാണില്ല. ഇവിടെ നന്ദുവും ഞാനും മാത്രം. എടി ഇന്ദു, നീ ഇവിടെ എന്തെടുക്കുവാ? ഞാൻ ഒരു ബുക്ക് പേന എടുക്കാൻ വന്നതാ. പാതിരാത്രിക്കാണോടി പേനയുടെ ആവശ്യം? പോയി കിടന്ന് ഉറങ്ങടി അസ്തേ. എനിക്ക് വരാൻ ഒരു നേരം. നന്ദു, ഇനി വരൂ. വരാനല്ലേ പറഞ്ഞത്? ബുക്ക് എടുത്തേ. അതല്ല, അടുത്തത്. ആ, അത് തന്നെ.
തുറന്നേ. ഒന്നുകൂടി മറിച്ചേ. നന്ദു, നന്ദുവിനെ ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട്. ഇന്നലെയും കണ്ടു. സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്ന് പറയട്ടെ? എനിക്ക് പണിയുണ്ട്, പോണം. പേടിക്കണ്ട, അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക. വൈകിയേ വരൂ. നന്ദുവിന് എന്നെ ഇഷ്ടമല്ലേ? എന്നെ ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമല്ല. മോളെ ഇന്ദു, മോളെ മോളെ, നിനക്ക് എന്ത് പറ്റി? എന്താ മോളെ, എന്തു പറ്റി? നന്ദു, നന്ദു ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. ചോറ് തന്ന കൈ തന്നെ നീ കടിച്ചു അല്ലേടാ? കണ്ടോ വാസു? കുട്ടി ഇനി ഇവിടെ നിൽക്കണ്ട, എവിടെയെങ്കിലും പൊയ്ക്കോളൂ. തൃപ്തിയായില്ലേ നിനക്ക്? എല്ലാരും എനിക്ക് പേടിയാണ്, നിങ്ങളെ പോലും. എല്ലാ സ്ത്രീകളും ഒരുപോലെ ആവണമെന്നില്ല. ഈ വീട്ടിൽ നന്ദുവിന് ഒരു കുറവും ഉണ്ടാവില്ല. കല്യാണി, ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. ചേച്ചി പഠിപ്പിച്ചതാന്ന് പറഞ്ഞു.
എന്തേ? ഇതൊന്ന് പിടിച്ചേ. ആ ശരിക്കൊന്ന് പൊക്കിക്കേ. നല്ല രസമുണ്ടല്ലേ? എനിക്കൊരു ഫ്രണ്ട് തന്നതാ. നന്ദു, സഹായിക്കണോ? വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ അടിച്ചു തരാം. സഹായിക്കാൻ വന്നാലേ ഇങ്ങനെ കളി കുറച്ച് കൂടുന്നുണ്ട്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോകത്ത് പോകത്ത്. ഒന്ന് പുറത്തു പോണം. കാറെടുക്ക്. ബീച്ചാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ആരെയും കാണാത്തത്? ഈ ഭാഗത്ത് ആരും തന്നെ വരാറില്ല. എല്ലാവർക്കും ഭയമാണ്. അതെന്താ അങ്ങനെ? അതൊരു വലിയ കഥയാണ്. പണ്ട് അരുന്ധതി എന്ന പെൺകുട്ടി തന്റെ കാമുകനുമൊത്ത് ഉല്ലാസയാത്രയ്ക്ക് വന്നിരുന്നു. അവർ കളിച്ചു ചിരിച്ച് പളുങ്കുതിരികൾ എണ്ണിക്കൊണ്ടിരുന്നപ്പോ അത് സംഭവിച്ചു. വലിയൊരു തിര കാമുകനെയും കൊണ്ടുപോയി. തന്റെ കാമുകന്റെ വരവും കാത്ത് ദിവസങ്ങളോളം ഈ കടപ്പുറത്ത് അവൾ കാത്തിരുന്നു. ഒടുവിൽ മറ്റൊരു തിര അരുന്ധതിയും കൊണ്ടുപോയി. അത് കണ്ടോ? അവിടെ എന്നും രാത്രികളിൽ കാമുകനെയും കാത്തിരിക്കുന്ന അരുന്ധതിയെ പലരും കാണാറുണ്ട് പോലും. അതുകൊണ്ട് ഇവിടെ ആരും വന്നിരിക്കാറില്ല, ഞാനൊഴികെ. അതെന്താ? ഒന്ന് നോക്കിയാൽ ഞാനും ഒരു അരുന്ധതിയെ പോലെയല്ലേ? മരിച്ചിട്ടും ജീവിക്കുന്ന അരുന്ധതി. നൂറ്റിയൊന്ന് രാത്രികളിൽ പ്രണയ ജോഡികളെ കൊണ്ട് പാട്ടും കൂത്തും നടത്തിയാൽ അരുന്ധതിയുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണ് ഇവിടെയുള്ള മുക്കുവന്മാരുടെ വിശ്വാസം.
എന്താ ഇത്ര വൈകിയത്? നിങ്ങൾ എവിടെ പോയിരുന്നു? അത് ഞങ്ങൾ വണ്ടി കേടായി, ശരിയാക്കി. ചോറ് കഴിക്കാൻ വരട്ടെ. ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കൂ. എന്തായിരുന്നു ആ കത്തിൽ? അതൊരു നല്ല തമാശയാ, കേൾക്കണോ? എന്റെ പൊന്നു കൊച്ചമ്മേ, എന്നോട് ക്ഷമിക്കണം. വീട്ടുജോലി ചെയ്തു മടുത്തു. അടുത്ത വീട്ടിലെ ഗോപിയണ്ണൻ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞു. ഞാൻ പോവുക. കൊച്ചമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രേമിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കണം. നന്ദു ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? എന്താ നോക്കുന്നത്? നിന്റെ സൗന്ദര്യം കണ്ടിട്ട്. നീ ആരാ? ഇവിടെ റെഫർ ചെയ്യോ? നോക്കി നിൽക്കണം കണ്ടില്ലേ? എടാ, ഡ്രൈവർ ജോലി മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിലേ തടി കേടാവും. അവനെ ഊളം പാറക്കൊണ്ടാണ് സമയം കഴിഞ്ഞാ തോന്നുന്നത്. സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു റൗണ്ട് കൂടി. സോറി മോളെ, നല്ല മൂഡില്ല. വൈ? ഐ ആം വെരി ടയർഡ്. ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഡ്രൈവറെ വെച്ചിരിക്കുന്നത് ചേച്ചിക്കാണോ അതോ നമുക്കോ? ചേച്ചിക്കാണെന്നാ നാട്ടുകാര് പറയുന്നത്. എന്താ പ്രാന്തം പറഞ്ഞത്? വണ്ടി വിടുന്നുണ്ടോ? പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കാർ എടുത്ത് പോകരുതെന്ന്? കാർ കൊണ്ടുപോയിരുന്നോ അതോ നന്ദുവിനെ കൊണ്ടുപോയിരുന്നോ? കൊറേയായി ഞാനിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നന്ദുവിനോട് സംസാരിച്ച ദേഷ്യം, ഒന്ന് ചിരിച്ച ദേഷ്യം എങ്ങും പോകാൻ പാടില്ല. നന്ദു ഇവിടുത്തെ ഡ്രൈവറോ അത് ചേച്ചിയുടെ കാമുകനോ? ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നല്ല, ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതാ. ഞാനിനി ആർക്കും ശല്യമാകുന്നില്ല. പോകരുത് ആശേ. പോണ്ട കേട്ടോ, ചേച്ചി ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ. പോട്ടെ, എല്ലാവരും പോട്ടെ, ആർക്കും എന്നെ വേണ്ട. കല്യാണി പോയി, ഇപ്പൊ ആശയും പോയി, കുട്ടിക്കും പോണമെന്ന് തോന്നുന്നുണ്ടോ? അവൾ എനിക്ക് ആകെയുള്ള ബന്ധത്തിന്റെ അവസാനത്തെ കണ്ണിയായിരുന്നു. നന്ദു,
ഒരച്ഛന് രണ്ടമ്മമാരിൽ പിറന്നവരാണെങ്കിലും ഞാൻ ഇവളെ വേർതിരിച്ച് കണ്ടിട്ടില്ല. അച്ഛന്റെ മരണത്തോടുകൂടി ആ വീടുമായുള്ള എന്റെ എല്ലാ ബന്ധങ്ങളും തീർന്നു. എങ്കിലും ആശയെ വിട്ടു പിരിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഇത് ആദ്യം സംഭവിച്ചു. അനിയത്തി മോശമല്ല. ആ പയ്യനുമായി എന്തോ ബന്ധമുണ്ടായിരുന്നെന്നോ അത് ചേട്ടത്തി അറിഞ്ഞ് അടിയും ബഹളവും ആയെന്നോ എന്നൊക്കെയാ കേട്ടത്. സത്യമായി ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പുറത്ത് ഗോപി പറഞ്ഞതാ. എന്നിട്ടെന്താ, പെട്ടിയും പ്രമാണവും എടുത്ത് ആ പെണ്ണങ്ങ് പോയി. ഇത് മാത്രമല്ല, വേറെയും ചിലത് കേൾക്കുന്നുണ്ട്. അതെയോ? അവക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള അടവാ. എന്നും അണിഞ്ഞൊരുങ്ങി പോകുന്നത് ആരെയോ കാണാനാണെന്നാ എല്ലാവരും വിവാഹത്തിന് മുമ്പ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, സിറ്റിയിൽ വളർന്ന നിനക്ക് ഗ്രാമത്തിലെ ബന്ധം ശരിയാവില്ലെന്ന്. ഇപ്പൊ അത് ശരിയാണെന്ന് തോന്നുന്നു. ഓ, സിറ്റി പോലെ സിറ്റി. നേരെ ചൊവ്വേ തുണി കൊടുക്കാൻ പോലും ഇവിടെ ആർക്കും അറിയില്ല. പാദം വരെ മറയ്ക്കണമെന്നാ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? നന്ദു, ഊണ് കഴിക്കണ്ടേ? എടുത്തു കഴിക്കുന്നോ അതോ ഞാൻ തരണോ? ഞാൻ അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തരാം. വരൂ. നന്ദു, നന്ദു, ട്യൂബ് കത്തുന്നില്ലല്ലോ, ഒന്ന് കയറി നോക്കേ. സൂക്ഷിക്കണേ. ഒന്ന് ഓഫ് ചെയ്തേ, ഒന്ന് ഓൺ ചെയ്തേ.
നന്ദു, എന്തു പറ്റി? ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് പോണം, പോവോ? എനിക്ക് പോണം. ഞാൻ തെറ്റ് ചെയ്തു. ഇല്ല, തെറ്റ് ചെയ്തത് നന്ദു മാത്രമല്ല. എന്റെ മുഖത്ത് നോക്കി പറയൂ, നന്ദുവിന് ഇവിടെ നിന്ന് പോകാൻ കഴിയുമോ? നന്ദുവിനും ഇല്ലായിരുന്നു ആഗ്രഹങ്ങൾ? ഇല്ല. കള്ളം, പച്ചക്കള്ളം. എങ്കിൽ പിന്നെ ഞാൻ കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഡ്രസ്സ് മാറുമ്പോഴും എന്തിനൊളിച്ചു നോക്കി? ഇല്ലെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ നന്ദുവിനെ ശ്രദ്ധിക്കുമായിരുന്നു. നമ്മുടെ മനസ്സിൽ എന്തോ ഒന്ന് ഒളിഞ്ഞു കിടന്നിരുന്നു. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. നന്ദുവിനറിയാമോ, 3 വർഷം മുൻപ് എന്റെ വിവാഹം കഴിഞ്ഞു. പ്രതാപിയായിരുന്ന ക്യാപ്റ്റൻ ചന്ദ്രശേഖര മേനോനായിരുന്നു വരൻ. ആദ്യ രാത്രി തന്നെ മണിയറയിലേക്ക് ആനയിക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്കിഷ്ടം അബ്സല്യൂട്ട് പ്രൈവസിയാണ്. അതാണ് ഈ ഒറ്റപ്പെട്ട സ്ഥലം തന്നെ സെലക്ട് ചെയ്തത്. ആദ്യ രാത്രിയെ കുറിച്ച് പലർക്കും പല സങ്കല്പങ്ങളാണ്. സാർ, ഒരു ടെലഗ്രാം ഉണ്ട്. എന്താ? എനിക്ക് പെട്ടെന്ന് ബോർഡറിലേക്ക് പോകണം. എന്താ ഇത്? പോയല്ലേ മതിയാകും. ഞാൻ ഉടനെ മടങ്ങി ഉടനെ തന്നെ. അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ഒരു പെട്ടി മാത്രം.
ആ ഓർമ്മകളിലൂടെ എന്തിനു വേണ്ടിയുള്ള എന്റെ കാത്തിരിപ്പ് തുടരുകയായിരുന്നു. ഇന്നലെ വരെ. ഇന്നെന്റെ മനസ്സിൽ നന്ദുവാണ്, നന്ദു മാത്രം. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിരുന്ന എന്റെ എല്ലാം തന്നെ, എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു നന്ദുവിന്റെ മുൻപിൽ. എല്ലാം ചവിട്ടി മെതിച്ചിട്ട ശേഷം ഇറങ്ങിപ്പോകാൻ ഇനിയും മനസ്സ് വരുമെങ്കിൽ പോകാം. പക്ഷേ നശിച്ച എന്റെ ജീവിതം ഒരു നിമിഷം പോലും ബാക്കിയുണ്ടാവില്ല. നന്ദുവിന്റെ കോംപ്ലക്ഷന് ഇത് മാച്ച് ചെയ്യും. എന്താ സെലക്ട് ചെയ്യാത്തത്? ഇതൊന്നും ഇഷ്ടമായില്ലേ? വളരെ ഇഷ്ടമായി. പക്ഷേ ഈ കട തികയാതെ വരുമെന്ന് എന്റെ സംശയം. ഇത് പാക്ക് ചെയ്തോളൂ. അർച്ചനെ നല്ല ആളാ, കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? ഞാൻ കണ്ടില്ലല്ലോ. കാണത്തില്ല, ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല അതാരാ? അത് ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ എന്തു പറഞ്ഞു? കിരീടവും ചെങ്കോലുമില്ലാത്ത എന്റെ രാജകുമാരനാണെന്ന്. പുല്ലാങ്കുഴലൂതി ഗോക്കളോടൊപ്പം കാളന്തി തീരത്ത് കുറുമ്പ് കാട്ടുന്ന എന്റെ കണ്ണനാണെന്ന്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത്രയും വാരിയെടുത്ത് കണ്ണിലും ചുണ്ടിലും അണിയുന്ന എന്റെ കാമദേവനാണെന്ന്. എന്നിട്ട് എന്താ മതിയായോ? ഇല്ല, എനിക്കിപ്പോ തോന്നുന്നു നഷ്ടപ്പെട്ട എന്റെ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയെന്ന്. എന്റെ അമ്മൂനെയും. ആരാ അമ്മു? ഞാനവൾക്ക് വെള്ളാരം കല്ലുകൊണ്ട് വീട് വെച്ച് കൊടുക്കുമായിരുന്നു. ശംഖും പാശയും കൊണ്ട് മാല കോർത്തു കൊടുക്കുമായിരുന്നു. കൈ നിറയെ കക്കയും കാക്കപ്പനും കൊടുക്കുമായിരുന്നു. ആ കുട്ടിക്കാലം പോലെ തന്നെ എനിക്കവളെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് അതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞാൻ അമ്മ എന്ന് വിളിച്ചോട്ടെ? അമ്മോ 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 അമ്മോ. ഹൃദയം പാടുന്നിതാ മിഴികൾ തേടും
മയിലൊരുത്തി പീലി നീട്ടി വന്നു എൻ വഴിയരികിൽ ഉത്സവം നടന്നു. ഞാനിനി നിഴലായി നിന്റെ കൂടെ പോരാം. എൻ സ്വപ്നം വർണ്ണം ചാലിച്ചു എങ്ങും പൂത്തുമാരിവേ. ഹൃദയം പാടുന്നിത മധുരം തൂകുന്നിത ഇനി എൻ ഗാനം കേട്ടില്ലേ നീ? പനിനീർമഴയിൽ വരുമോ നീ പൂന്തണലായി? സ്വയമലിഞ്ഞു നമ്മളൊന്നു ചേർന്നു ഈ നാദസ്വരം കേൾക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ മേളമാ. ഹൃദയം പാടുന്നിത മിഴികൾ തേടുന്നിത ഇനിയും എന്താകും തീർക്കില്ലേ നീ? ചൊരിയും പനിനീർമഴയിൽ വരുമോ നീ പൂന്തണലായോ? ഹൃദയം പാടുന്നിത മിഴികൾ തേടുന്നിത ഇനിയും എൻ മൗനം കേൾക്കില്ലേ നീ? ഇന്നും എൻ മൗനം കേൾക്കില്ലേ നീ? ചൊരിയും പനിനീർമഴയിൽ വരുമോ നീ പൂന്തണലായോ? തീർച്ചമാണളിയാ കളയരുതേ ഒരു തുള്ളി. ഇതിന്റെ കൂടെ ഒരു ചേരക്കൂടി ഉണ്ടായിരുന്നെങ്കിൽ അലക്കുമായിരുന്നു അളിയാ. മനസ്സിൽ വിചാരിച്ചോണ്ട് തട്ടിക്കോ. Come on. Cheers. കണ്ടോ കണ്ടോ, അവന്മാര് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇത് അവരുടെ വീടല്ലേ, നമ്മൾ അതൊക്കെ കണ്ടില്ലെന്ന് വെച്ചാ മതി. അവന്മാരത്ര നല്ലവന്മാരൊന്നും അല്ല. ഇന്നലെ അവരെന്നോട് ചോദിക്കാം നിന്റെ ചേച്ചിക്ക് എത്ര വയസ്സായെന്ന്. എന്നിട്ട് നന്ദു എന്തു പറഞ്ഞു? പറഞ്ഞു എനിക്ക് 28 എന്റെ അമ്മുവിന് 18 എന്ന്. എന്നുമെന്നും ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നന്ദു കളി അല്പം കൂടുന്നുണ്ട്. ഒരു കൈയബദ്ധം പറ്റിയാൽ ചാകും, അത്ര തന്നെ. ഞാനിപ്പോ ചാന്ന് കാണണം. റെഡി 1 2. അമ്മ പേടിച്ചു പോയോ? മേലെ തുടരുത്. എന്താ കുളിക്കുന്നില്ലേ? വല്ലപ്പോഴൊക്കെ കുളിക്കുന്നതേ നല്ലതാ.
അയ്യോ നന്ദു, 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 എന്ത് പറ്റി? എന്ത് പറ്റി നന്ദു? നന്ദു, എന്ത് പറ്റി? ചുമ്മാതല്ലേ? നോട്ടി ബോയ്, ഇങ്ങനെയാണ് തമാശ കാണിക്കുന്നത്. പോ. ഏയ് അമ്മ പിണങ്ങിയോ? ഞാനൊരു തമാശ കാണിച്ചല്ലേ, ഒന്ന് ചിരിച്ചേ. ദേ കൊച്ചമ്മയ്ക്ക് ഈയിടെയായി ഗ്ലാമർ കുറച്ച് കൂടുതലാണല്ലോ. പുതിയ ഡ്രൈവർ ഓടിക്കുന്നതുകൊണ്ടായിരിക്കും. വണ്ടിയെ നമ്മളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണേ. നിന്നെ ഞാൻ കൂടുതൽ നാൾ ഓടിപ്പിക്കില്ലടാ. എങ്ങോട്ടാ? ഇപ്പൊ വരാം. നന്ദു, ബാക്കി എന്നോട് പറഞ്ഞാ മതി. ആ പുല്ലന്റെ മോനെ, ബാക്കിയല്ല മുഴുവനും പറഞ്ഞോടാ. വഴക്കിന് പോകരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? എന്താ പേടിയാണോ? പേടിയോ? എനിക്കോ? നന്ദു എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണോ? നന്ദുവിനെ കുറിച്ചാണ് എനിക്ക് പേടി. ഓരോ നിമിഷവും നെഞ്ചിൽ തീയുമായാണ് ഇരിക്കുന്നത്. നന്ദുവിന്റെ ദേഹത്തെ പാടുകളെല്ലാം എന്റെ ഹൃദയത്തിലേറ്റ മുറിവുകളാണ്. എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ? അപ്പൊ ഞാൻ പോയാലോ? പോ. പിന്നെ എനിക്ക് പോണ്ടേ? വേറൊരു ജോലി സമ്പാദിക്കണം, പറ്റിയ പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കണം, നാളെ ഒരു കുടുംബജീവിതമൊക്കെ എനിക്കും വേണ്ടേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പൊ എന്നെ വിട്ടു പോകുമല്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. You cheat, you crook. No, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ തൊട്ടു.
വിഷുവാണ്, നമ്മുടെ ആദ്യത്തെ വിഷു. കണി കാണാൻ കൊന്നപ്പൂവും വെള്ളിത്തുട്ടും ഒന്നും വേണ്ട. നന്ദു എന്നെയും, ഞാൻ നന്ദുവിനെയും മാത്രം. പിന്നെ പിന്നെ നന്ദു, ഇതെന്തൊക്കെയാണെന്ന് നോക്കിയേ. എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? വെരി വെരി സാഡ് എക്സ്പീരിയൻസ്. സത്യത്തിൽ മരിച്ചത് മറ്റൊരു ക്യാപ്റ്റൻ ചന്ദ്രശേഖരനായിരുന്നു. യുദ്ധത്തിൽ ക്യാപ്റ്റീവായി പിടിക്കപ്പെട്ട ഞാൻ ഇത്രയും കാലം കഴിച്ചുകൂട്ടിയ ജയിലിലായിരുന്നു. ഓരോ ദിവസവും ഓരോ യുഗം പോലെയാണ് ഞാൻ തള്ളി നീക്കിയത്. ഇപ്പോ പുതിയ ഗവൺമെന്റ് വന്നപ്പോഴാണ് മോചനം കിട്ടിയത്. ഉടൻ തന്നെ പറന്നെത്തി തന്നെ ഒന്ന് കാണാൻ. തനിക്ക് ഓർമ്മയില്ലേ നമ്മുടെ ആദ്യ രാത്രി? ഇറ്റ് വാസ് സോ ഫണി. ഞാൻ പലപ്പോഴും ആലോചിച്ച് പൊട്ടിച്ചിരിക്കാറുണ്ട്. 3 ദിവസം താൻ ചോദിച്ചത് വിധി 3 വർഷമാക്കി മാറ്റി അല്ലേ? ആ 3 വർഷത്തിൽ തനിക്ക് ഞാൻ 3000 കത്തുകൾ എഴുതിയിരുന്നു എന്റെ മനസ്സിൽ. സാരമില്ല, വീഞ്ഞ് പഴകും തോറും വീര്യം കൂടുകയല്ലേ ഉള്ളൂ. ഈ കിടക്കയെ സ്വപ്നം കണ്ടുകൊണ്ട് 3 വർഷം 3 നിമിഷം പോലെ പോയി. എനിക്കെന്തോ സുഖം തോന്നുന്നില്ല. ഓ, ഞാനൊരു മഠേന പ്രേതം പോലെ വന്ന് അപ്സെറ്റ് ആക്കിയതും പോലെ ശല്യപ്പെടുത്തുകയും ചെയ്താലോ? ഐ എം സോറി. സ്വസ്ഥമായി കിടന്നുള്ളൂ, എല്ലാം ശരിയായിക്കൊള്ളൂ. വനം വകുപ്പുകളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നെത്തിയ മന്ത്രിയുടെ നേർക്കുള്ള ബോംബാക്രമണത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശം. നീ എന്തേ കാണിക്കുന്നത്?
വാർത്ത കേൾക്കാനിരിക്കുന്നത്. എന്നാലേ ഇതിലും വലിയൊരു വാർത്ത ഞാൻ പറയാം. അർച്ചനയുടെ പട്ടാളക്കാരൻ തിരിച്ചു വന്നെന്ന്. ആ, മരിച്ച ആള് തിരിച്ചു വന്നൂന്ന്. ഇനി എന്തൊക്കെ നടക്കുന്നെന്ന് കണ്ടറിയണം. അവൾ ആ പയ്യനുമായിട്ട് ജീവിക്കല്ലേ? അയാൾ ഇതറിയുമ്പോ അവളെ 2 തുണ്ടാക്കും. ഇങ്ങനെയുള്ളവളെ ഒരു നേരത്തിന് മുമ്പ് കൊന്നു കുഴിച്ചു മൂടണം. കൊല്ലേണ്ടത് അവരെയല്ല, നിന്നെ പോലുള്ളവരെയാ. എടീ, ആ സ്ത്രീ ഒരാളുടെ ഒപ്പല്ലേ ചുറ്റുന്നുള്ളൂ. ആ അവസ്ഥയിൽ നീ ആയിരുന്നെങ്കിൽ 10 പേരോടൊപ്പം ചുറ്റുമായിരുന്നു. നിനക്ക് കാന്ത എന്ന് പേരിട്ടതിനേക്കാൾ നല്ലത് കാന്താരി എന്നാണ്. ആഹാ, നീ ഇവിടെ ഇരിക്കായിരുന്നു. നന്ദു എന്നല്ലേ പേര്? എവിടെയാ വീട്? അടുത്ത് തന്നെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ഇന്നലെ വരെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ഇന്നു മുതൽ ഒരു ചേട്ടൻ കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ. നന്ദു വരുന്നോ? നമുക്കൊന്ന് ജോഗി ചെയ്തിട്ട് വരാം. ഞാനില്ല. എന്താ, എക്സർസൈസ് എടുക്കാറില്ലേ? ആ. എവിടെ, വീട്ടിനകത്തോ? പിന്നെന്താ, വാ. ഈ പ്രായത്തിലല്ലേ ഇങ്ങനെയൊക്കെ തുള്ളേണ്ടത്. പാടോ. എന്താണോ കാറ്റ് പോയതുപോലെ ഒന്ന് നിവർന്നോടണോ. ഹലോ സാർ, തെറ്റിദ്ധരിക്കരുത്. ഇവിടെയുള്ളവർ പറഞ്ഞു കേട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ചന്ദ്രശേഖര മേനോൻ തിരിച്ചു വന്നു. സാറ് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെ. മൈ സെക്കൻഡ് ലൈഫ്. മരിച്ച ശേഷം തിരിച്ചു വന്നു. മരിച്ചവർ തിരിച്ചു വന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിക്കേണ്ടി വരുമല്ലോ. ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. അപ്പോൾ കാണാൻ കേട്ടോ. ആ, പാവം നന്ദു. ഞാൻ ആലോചിക്കുക, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെരി ഡൾ ആൻഡ് ഗ്ലൂമി. രക്തം തിളക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ തണുപ്പനായാലോ. യു സി, എനിക്കാണെങ്കിൽ ഇപ്പോഴും ഒരു പടക്കുതിരയുടെ ആവേശമാണ്. അച്ഛനെ, ഒരു തമാശ കേൾക്കണോ? ഇന്നൊരു സുഹൃത്ത് എന്നോട് ചോദിക്കുക, സെക്കൻഡ് ലൈഫിൽ ആദ്യ രാത്രി കഴിഞ്ഞു. ഞാൻ തലയാട്ടി. കഴിഞ്ഞെന്നോ ഇല്ലെന്നോ കരുതിക്കോട്ടെ. തുടങ്ങാൻ പോവുകയാണെന്ന കാര്യം നമുക്കല്ലേ അറിയാം. വൈ, എന്താണിങ്ങനെ? ഇപ്പോഴും പേടി മാറിയിട്ടില്ലേ? സംശയിക്കണ്ട, പ്രേതമൊന്നുമല്ല, നിന്റെ സ്വന്തം ഭർത്താവ് തന്നെ. വരൂ, കിടക്കാം. എനിക്ക് വാട്ട്? ഇന്ന് ഡേറ്റാണ്. ഡേറ്റാണ്. സമയമായി, നമുക്ക് കിടക്കാം. ഇറ്റ് ഈസ് സോ സ്ട്രേഞ്ച്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഇനിയും നമ്മൾ ആദ്യരാത്രി ആഘോഷിച്ചില്ല, അല്ലേ? എന്തായാലും ഇന്ന് തന്നെ ആകാം. എന്താ, മൂടില്ലേ? എനിക്ക് പാടില്ലെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, ഭർത്താവിനും ഭാര്യയ്ക്കും ഇഷ്ടമാണെങ്കിൽ ആ സമയത്തും ബന്ധപ്പെടാം. ഐ പ്രിപ്പയർ ഇറ്റ്. നിങ്ങളൊരു മൃഗമാണ്. ഹിന്ദുമത ആചാരപ്രകാരം മെൻസസായ സ്ത്രീകളാരും അമ്പലത്തിൽ പോകാറില്ല. അങ്ങനെ പോയ നീയോ മൃഗം, ഞാനോ? ഇപ്പൊ ഞാൻ സംശയിക്കുന്നു, ആദ്യ രാത്രി പോലും നീ എന്നോട് പറഞ്ഞ നുണയായിരുന്നു. നീ എന്നെ വഞ്ചിക്കായിരുന്നു. പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം?
എനിക്കറിയില്ല. ഇല്ല, എന്റെ മനസ്സിൽ നിങ്ങളില്ല. എന്തോ നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇല്ല, എന്റെ മനസ്സിൽ നിങ്ങളില്ല. നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നന്ദു, അയാൾ നീ പോവില്ല അല്ലേ? മുഖത്ത് നോക്കിയ പേടിയാവുന്നു. ഒരു കള്ളന്റെ നോട്ടം, അഴകില്ലാത്തൊരു മീശ, ഒരു റൗഡിയെ പോലുണ്ട്. ആ റൗഡിയെ അമ്മുവിന് ഇഷ്ടമായി അല്ലേ? നന്ദു, വേണ്ട, എന്നെ വിളിക്കണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറയാനായിരിക്കും വന്നത്. നന്ദു, എന്താ ഇങ്ങനെ? അമ്മു എന്നെ വെറുക്കും, എന്നെ വിട്ടുപോകും. എനിക്കറിയാം. ഒരിക്കലും ഇല്ല. എങ്കിൽ അന്ന് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും. അയാൾ വന്ന ശേഷം അമ്മു എന്നോട് സംസാരിച്ചിട്ടില്ല, ചിരിച്ചിട്ടില്ല. രണ്ടുപേരും ആ മുറി കിടന്ന് സുഖിക്കല്ലേ? നന്ദുവിനറിയാമോ, ആ മുറിയിൽ 2 ശരീരങ്ങൾ മാത്രമേ കിടക്കുന്നുള്ളൂ. 2 മനസ്സുകൾ ഉറങ്ങുന്നില്ല. ഒന്ന് ചേർന്നുറച്ച 2 മനസ്സുകളെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. സത്യം. പോട്ടെ. നീ ഇവിടെ നിന്ന് പോണം. ഇവിടെ നടന്നത് മറ്റൊരു ചെവി അറിയരുത്. പുറപ്പെട. ഇല്ല, ഞാൻ പോവില്ല. നീ പോകില്ലടാ പട്ടി. പോടാ പുറത്ത്. ഇല്ല, എന്റെ അമ്മുവിനെ വിട്ട് ഞാൻ. എന്റെ അമ്മു റാസ്കൽ, son of a bitch. നിന്നെ ഞാൻ. നീ അമ്മു ഇല്ലാതെ പോവില്ല. Bloody bastard. നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊന്ന് കുഴിച്ചു കൊടുക്കടാ. നിനക്ക് അമ്മു ഇല്ലാതെ പോവില്ലല്ലേ? നീ അമ്മുവിനെ പിരിഞ്ഞിരിക്കുകയാണ്. കൊല്ലുക.
ലുക്ക്, ലോകത്തിൽ എവിടെയും നടക്കാവുന്നതൊക്കെ തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. അരികിലില്ലാത്ത ഭർത്താവിനെ തള്ളി തെരുവിലുള്ളവനെ കാമുകനാക്കുന്ന ഭാര്യയ്ക്കും തുടക്കത്തിലെ ദാമ്പത്യം മുടങ്ങി അയൽവക്കത്തെ ചെറുക്കന്റെ വരയിൽ കുടുങ്ങുന്ന മണ്ടി പെൺകുട്ടിക്കും ഓർക്കാതെ പറ്റുന്ന തെറ്റ്. ഇതൊക്കെ ഒരു സാധാരണ പൈങ്കിളി കഥ പോലെ നമുക്ക് മറക്കാം. നമ്മുടെ നശിച്ച ഇന്നലകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്. അർച്ചന, ഹാപ്പി മോർണിംഗ്. എന്റെ കൈ കൊണ്ടിട്ട കോഫിയുടെ ടേസ്റ്റ് അർച്ചനയ്ക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം കേട്ടോ. നന്ദു എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? നന്ദു എവിടെയെന്ന്? നന്ദുവിനെ ഞാൻ പാക്ക് ചെയ്തു. വാട്ട്? ആരോട് ചോദിച്ചിട്ട്? എന്റെ മനസാക്ഷിയോട്. അവന്റെ ആവശ്യം ഇനി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? നിന്റെ ഭർത്താവ്. മനസ്സിലായില്ലേ? 3 വർഷം മുമ്പ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ക്യാപ്റ്റൻ ചന്ദ്രശേഖര മേനോൻ. നോ, നിങ്ങൾ എന്ന ക്യാപ്റ്റൻ ചന്ദ്രശേഖര മേനോൻ എന്റെ മനസ്സിൽ എന്നോ മരിച്ചിരിക്കുന്നു. യു ആർ ഡെഡ്. എന്റെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടിയെന്നതിലുപരി ഒരു പുരുഷന്റെ ചൂടും ഗന്ധവും തണലും എനിക്ക് തന്നത് നന്ദുവാണ്. നോട്ട് യു. പറയൂ, നന്ദു ഇവിടെ? എനിക്കറിയണം. നന്ദുവിനെ നിങ്ങൾ എന്ത് ചെയ്തു? പറയില്ലല്ലേ? എന്റെ നന്ദുവിനെ നിങ്ങൾ കൊന്നു. നിങ്ങൾ കാതകനാണ്. യു ആർ എ ക്രിമിനൽ. എങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. ഐ എം എ ക്രിമിനൽ. എനിക്ക് ജഡമെങ്കിലും ഒന്ന് കാണണം പ്ലീസ്. എന്റെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അത് തന്നെ സംഭവിക്കും. നിൽക്കൂ. നാളെ ഒരു പ്രഭാതമുണ്ടെങ്കിൽ എന്റെ നന്ദുവിനെ എനിക്ക് കാണണം. കണ്ടേ പറ്റൂ.
എവിടെയായിരുന്നു? എന്നെ വിട്ടു പോകാൻ എങ്ങനെ തോന്നി? എന്താ നന്ദു ഒന്നും മിണ്ടാത്തത്? ഒരു വാക്ക് പോലും പറയാതെ പോയി അല്ലേ? നീ ആഗ്രഹിച്ച പോലെ തന്നെ പുതിയ പ്രഭാതത്തിൽ നന്ദുവിനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആ പട്ടാളക്കാരനല്ലേ, മനസ്സിത്തിരി കട്ടിയായിപ്പോയി. അതുകൊണ്ട് ഈ റൊമാൻസും കാര്യങ്ങളൊന്നും അത്ര പിടിയില്ല. ഇന്നലെ വരെ നിന്റെ മനസ്സിൽ ഞാനൊരു ശവമായിരുന്നു. പിന്നെ നിന്റെ വികലമായ ചിന്തകൾ എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റി. എത്ര പേരെ കൊന്നൊടുക്കിയിട്ടുള്ളതാണ് ഈ കൈകൾ. പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു മനസ്സിനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അവസാന നിമിഷമെങ്കിലും നിന്റെ ഈ ധാരണ മാറ്റാനാണ് നന്ദുവിനെ ഞാൻ കൊണ്ടുവന്നത്. ബട്ട് വൺ തിങ്, 3 വർഷത്തിന് മുമ്പ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവും നിനക്ക് ചൂടും തണലും സുഖവും എല്ലാം നൽകിയ നിന്റെ കാമുകനുമാണ് മുന്നിൽ നിൽക്കുന്നത്. ആരെ വേണമെന്ന് തീരുമാനിക്കാൻ ഇനിയും നിനക്ക് സമയമുണ്ട്. ആരെ വേണമെന്ന് തീരുമാനിക്കാൻ ഇനിയും നിനക്ക് സമയമുണ്ട്. ആരെ വേണമെന്ന് തീരുമാനിക്കാൻ ഇനിയും നിനക്ക് സമയമുണ്ട്. നിങ്ങളല്ല ക്യാപ്റ്റൻ ചന്ദ്രശേഖര മേനോൻ. എന്റെ മനസ്സിൽ എന്നോ മരിച്ചിരിക്കുന്നു. യു ആർ ഡെഡ്.